ഹലോ എവരിവൺ. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസിയേഷനിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിസൾട്ട്സ് നമ്മൾ +2 മുതൽ പഠിച്ചു വരുന്ന d/dx ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ഇങ്ങനത്തെ ബേസിക് റിസൾട്ടുകളൊന്നും ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങളുടെ +2 ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗൈഡ്സിലെല്ലാം ഉണ്ട്. ഇന്ന് നമ്മളെന്താ ആ റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: അവകലനം ചെയ്യുക y √1 - cos x / 1 + cos x. അവകലനം ചെയ്യുക, അവകലനം എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. y √1 - cos x / 1 + cos x. അപ്പൊ നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 - cos x നമുക്കറിയാം എന്താണ് 2y √1 - cos x നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 2 sin² x/2. അതേപോലെ തന്നെ 1 + cos x 2 cos² x/2. 2 cos² x/2. അപ്പോൾ 2 കോമൺ ആയിട്ട് കട്ട് ചെയ്തു. sin² x/2 / cos² x/2. അതെന്താണ് tan² x/2. tan² x/2. tan² x/2 റൂട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ tan x/2. അപ്പോൾ y tan x/2 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ dy/dx കണ്ടാൽ dy/dx tan x/2. tan x/2ന്റെ ഡെറിവേറ്റീവ് എന്താണ് sec² x/2 ഇൻറ്റു x/2ൻ്റെത് 1/2. അപ്പോൾ ഫൈനൽ റിസൾട്ട് ½ sec² x/2 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: x = a × θ - sin θ, y = 1 - cos θ. y = 1 - cos θ. സോറി, 1 - cos θ അല്ല, a × 1 - cos θ. ഇങ്ങനെയാണെങ്കിൽ dy/dx എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. dy/dxന്റെ വില എന്ത്? അപ്പോൾ ഇവിടെ എക്സും വൈയും തീറ്റയിലുള്ള ഫംഗ്ഷൻസ് ആണ്. എക്സും വൈയും തീറ്റയിലുള്ള ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തീറ്റ വെച്ചത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ dx/dθ കണ്ടുപിടിക്കുകയാണെങ്കിൽ dx/dθ = a × θ - sin θയുടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 - cos θ എന്ന് കിട്ടും. 1 - cos θ എന്ന് കിട്ടി. ഇനി dy/dθ കണ്ടുപിടിക്കുകയാണെങ്കിൽ dy/dθ = a × 1 - cos θയുടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1ൻ്റെത് 0 - cos θ എന്ത് വരും sin θ. അപ്പോൾ -cos θൻ്റെത് sin θ, a sin θ. അപ്പോൾ dx/dθയും കിട്ടി, dy/dθയും കിട്ടി. നമ്മളോട് dy/dx ആണ് കണ്ടുപിടിക്കാൻ വേണ്ടത്. dy/dx = dy/dθ divided by dx/dθ. dy/dθ divided by dx/dθ. അപ്പോൾ അതെന്ത് വരും a sin θ divided by a × 1 - cos θ. a sin θ divided by a × 1 - cos θ. a കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ sin θ നമുക്ക് എങ്ങനെ എഴുതാം 2 sin θ/2 cos θ/2. 2 sin θ/2 cos θ/2 എന്ന് എഴുതാം. 1 - cos θ അതേപോലെ തന്നെ 2 sin² θ/2 എന്ന് എഴുതാം. 2 sin² θ/2 എന്ന് എഴുതാം. ഇതിൽ കോമൺ ആയിട്ടുള്ള 2 ക്യാൻസൽ ചെയ്തു. sin²-നകത്തുള്ള ഒരു സൈനും sin θ/2 കൂടെ കട്ട് ചെയ്തു പോയി. റിമൈനിങ് എന്താണ്? മുകളിൽ ഒരു cos θ/2 ഉണ്ട്, താഴെ ഡിനോമിനേറ്ററിൽ ഒരു sin θ/2 ഉണ്ട്. cos/sin എന്ത് വരും cot θ/2. അപ്പോൾ x = a × θ - sin θയും y = a × 1 - cos θ ആവുന്ന സമയത്ത് dy/dx എന്താണ് cot θ/2 എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: y = √x all raised to √x all raised to √x all raised to √x അങ്ങനെ പോയി ഇൻഫിനിറ്റി അപ് ടു ഇൻഫിനിറ്റി വരെ പോവാണ്. അങ്ങനെ ഒരു ഫംഗ്ഷൻ എന്ന ഫലനത്തിന്റെ dy/dx കാണുക. √x all raised to √x all raised to √x up to infinity എന്ന ഫലനത്തിന്റെ dy/dx കാണുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഈ y is equal to root x all raised to root x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗം ഇത് ഇങ്ങനെയാണ് വരുന്നത്. root x all raised to root x all raised to root x all raised to root x എന്ന് പറഞ്ഞിട്ട് up to infinity എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗമില്ലേ, ഇത്രയും ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് അഗെയിൻ y തന്നെയല്ലേ, ഒരു റൂട്ട് എക്സ് കുറഞ്ഞു എന്നല്ലേ ഉള്ളൂ. എന്നാലും റൂട്ട് എക്സ് ഓൾ റേസ് ടു റൂട്ട് എക്സ്, ഈ ഒരു ഭാഗമാണ് ഞാൻ എഴുതുന്നത്. റൂട്ട് എക്സ് ഓൾ റേസ് ടു റൂട്ട് എക്സ് ഓൾ റേസ് ടു റൂട്ട് എക്സ് അങ്ങനെ അങ്ങനെ പോകുന്നു. ഇതെന്താണ്? y തന്നെയാണ്. ഈക്വൽ ടു y. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? y is equal to root x all raised to y എന്ന് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. y is equal to root x all raised to y. ഈ y കിട്ടിയത് ഈ പവറിൽ വരുന്ന ഫംഗ്ഷൻ root x all raised to root x all raised to root x എന്നുള്ള ഫംഗ്ഷൻ ആണ് പവറിൽ വരുന്നത്. അത് yക്ക് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ y is equal to root x all raised to y എന്ന് എഴുതി. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ലോഗ് എടുക്കണം. സമത്തിന്റെ രണ്ടു വശത്തും ലോഗ് എടുക്കുകയാണെങ്കിൽ ലോഗ് y is equal to ഇപ്പുറത്തെ സൈഡ് RHS സൈഡ് എന്താ വരുന്നത്? ഇവിടെ പവറിൽ ഒരു y ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഹാഫും ഉണ്ട്. റൂട്ട് എക്സ് എന്നല്ലേ, റൂട്ട് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് റേസ് ടു 1/2 ആണ്. അപ്പൊ എക്സ് റേസ് ടു 1/2 ഇൻറ്റു y ആണ് ഇവിടുത്തെ പവറിൽ വരുന്നത്. അപ്പൊ റിസൾട്ടൻ 1/2 ഇൻറ്റു y ഇൻറ്റു ലോഗ് എക്സ്. ലോഗ് y is equal to y/2 ഇൻറ്റു ലോഗ് എക്സ് എന്ന് വരും. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗ് y 1/y is equal to y/2 ഇൻറ്റു ലോഗ് എക്സിൽ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ y/2 ഇൻറ്റു ലോഗ് എക്സിൻ്റെത് 1/x പ്ലസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു dy/dx. ഇവിടെ ഒരു dy/dx ഇല്ലേ, 1/y ഇൻറ്റു dy/dx is equal to y/2 ഇൻറ്റു 1/x പ്ലസ് log x by 2 into dy/dx. ഇനി നമ്മൾ dy/dx എല്ലാം ഒരു സൈഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 1/y log x by 2 എന്നുള്ളത് ഇവിടെ വരുമ്പോൾ മൈനസ് ഹാഫ് log x into dy/dx is equal to y/2x. 1/y minus half log x into dy/dx is equal to y/2x എന്ന് കിട്ടി. 1/y minus 1/2 log x. ഇതെന്താ വരുന്നത്? 2 minus y log x divided by 2y. 2 minus y log x divided by 2y into dy/dx is equal to y/2x. അപ്പോൾ ഇതിൽ നിന്ന് dy/dx is equal to ഈ 2y ഇവിടെ വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2y ഇൻറ്റു y. അപ്പോൾ 2y സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x ഇൻറ്റു 2 minus y log x. 2 minus y log x. 2 minus y log x. 2 കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ dy/dx is equal to നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ y സ്ക്വയർ ഡിവൈഡഡ് ബൈ x ഇൻറ്റു 2 minus y log x. x into 2 minus x into 2 minus y log x. അപ്പോൾ എന്താ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത്? y is equal to root x all raised to root x എന്നുള്ളൊരു ടേം ആയിരുന്നു. അതിന് നമ്മൾ y is equal to root x all raised to y എന്ന് എഴുതി. എന്നിട്ട് ലോഗ് എടുത്തു, രണ്ട് സൈഡും ലോഗ് എടുത്ത സമയത്ത് log y is equal to half into y into log x. ഈ ഹാഫ് വന്നത് റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x raised to 1/2 ആണ്. അപ്പോൾ ഹാഫ് y into log x എന്ന് കിട്ടി. ഡിഫറൻഷിയേറ്റ് ചെയ്തു, രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ടേം കിട്ടി. ഇതിനകത്ത് നിന്ന് dy/dx ഉള്ളതിനെല്ലാം സമത്തിന്റെ ഒരു വശത്തിട്ട് കൊണ്ടുവന്നപ്പോൾ 1/y മൈനസ് ഹാഫ് log x ഇൻറ്റു dy/dx is equal to y ഡിവൈഡഡ് ബൈ 2x എന്ന് കിട്ടി. പിന്നെ എന്താ ഇവിടെ നമ്മൾ 1/y ഈ ഒരു ഓപ്പറേഷൻ ചെയ്തു. ഇതിൽ നിന്ന് dy/dxന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഫൈനലി y സ്ക്വയർ ഡിവൈഡഡ് ബൈ x ഇൻറ്റു 2 മൈനസ് y log x എന്നുള്ള വാല്യൂ കിട്ടി.
അടുത്ത വരുന്ന ഒരു പാർഷ്യൽ ഡിഫറൻസിയേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ നമുക്ക് നോക്കാം. ഇതാണ് പ്രോബ്ലം. ഇതാണ് യു ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2x² y പ്ലസ് y റേസ് ടു 4 പ്ലസ് z റേസ് ടു 5. ഫംഗ്ഷൻ ഇതാണെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ സെറ്റ്, ഇത്രയും വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്താണ്? നമ്മൾ ആദ്യം ഡോ യു ബൈ ഡോ എക്സ് കാണുന്ന സമയത്ത് എക്സ് ഉള്ള ടേംസിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എക്സ് ഇല്ലാത്ത ടേംസ് എല്ലാം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് കാണുന്ന സമയത്ത് എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ്. ഫസ്റ്റ് ടേമിൽ എക്സ് ഉണ്ട്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബിൻ്റെത് 3x². അടുത്ത ടേമിൽ 2x² എന്നുള്ളതാണ്. 2x² എന്താണ്? 4x വരും. 2 × 4xy. നെക്സ്റ്റ് രണ്ട് ടേംസിലും എക്സ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ആ ടേംസിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ. y ഉള്ള ടേംസ് 2x² യും y റേസ് ടു 4 മാത്രമാണ്. 2x² ന്റെ ഡിഫറൻഷിയേഷൻ 2x² പ്ലസ് y റേസ് ടു 4 4y3. ആൻഡ് ഫൈനലി ഡോ യു ബൈ ഡോ z ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മാത്രം കൺസിഡർ ചെയ്താൽ മതി, അത് 5z റേസ് ടു 4. അതാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. ആ ടേമുള്ള ഡോ യു ബൈ ഡോ എക്സ് ഏത് ഫംഗ്ഷൻ വെച്ചിട്ട് ഏത് ഫംഗ്ഷന്റെ ബേസിലാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഏത് വേരിയബിളിന്റെ ബേസിലാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ആ വേരിയബിളുള്ള ടേംസ് മാത്രം കൺസിഡർ ചെയ്യുക, അത് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.